ഇൻവെസ്റ്റിഗേറ്റീവ് സീരീസുകൾ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉള്ള ഒരു ടൈപ്പിലെ സീരീസുകൾ കാണാനായിട്ട്. അങ്ങനെ ഞാൻ തിരഞ്ഞു പിടിച്ച് കണ്ടൊരു സീരീസാണ് ബിൽ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഹോട്ട്സ്റ്റാറിനകത്ത് അവൈലബിൾ ആണ്. 2 സീസണേ ഉള്ളൂ, വെറും 23 എപ്പിസോഡ്. ഇതിൻ്റെ 3ാം സീസൺ ഈ വർഷം ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലി ഒന്നും ഞാൻ ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ജോണറുള്ള സീരീസുകൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല. കാരണം ഇതിൻ്റെ ഓരോ എപ്പിസോഡിലും ഓരോ സ്റ്റോറികളാണ്. അതായത് മെയിൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കാണും, അതല്ലാതെ ഓരോ എപ്പിസോഡിലും ഓരോ മെയിൻ സ്റ്റോറികൾ കാണും. ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ, അപ്പം ഇൻവെസ്റ്റിഗേഷൻ ഓരോ കേസുകൾ വരുന്നു, അത് സോൾവ് ചെയ്യുന്നു, അതാണ്. അപ്പം ബിൽ ട്രെൻഡ് എന്നാണ് നമ്മുടെ നായകൻ്റെ പേര്, അത് തന്നെയാണ് സീരീസിൻ്റെ പേര്. ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിൽ കാർഡുകൾ ഓരോ എപ്പിസോഡിലും എഴുതി കാണിച്ചത് ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ്. ഭയങ്കര ക്രിയേറ്റീവായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എപ്പിസോഡിലും അതിൻ്റെ ആ ഒരു കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഭയങ്കര നമ്മളൊട്ടും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര റെയറായിട്ടേ കാണാറുള്ളൂ. ഇങ്ങനെ ടൈറ്റിൽ കാർഡുകളൊക്കെ എഴുതി കാണിക്കും. എന്തായാലും അങ്ങനെ വെറൈറ്റി ആയിട്ട് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന ഒരു കിടിലം സീരീസ് കൂടിയാണ് വിൽ ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ വിൽ ട്രെൻഡ് കഥാനായകൻ ഒരു സ്പെഷ്യൽ ഏജൻറ്റാണ്. GBIയിലെ ഒരു സ്പെഷ്യൽ ഏജൻറ്റാണ്. GBI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. FBI ഒക്കെ പോലെ തന്നെ ഒരു സാധനമാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് പുള്ളി. ഒരു ഡിസ്ലെക്സിയ പേഷ്യൻ്റാണ്. അപ്പം ആ സാധനങ്ങൾ ഡിസ്ലെക്സിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഓർഫനാണ്. അപ്പോൾ കുറേ ഫോസ്റ്റർ ഹോമുകളിലൊക്കെ നിന്ന് കുറേ അബ്യൂസുകളൊക്കെ ചൈൽഡ്ഹുഡിൽ പുള്ളി ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഫ്രണ്ടുണ്ട്, ആൻജി എന്ന് പറയുന്നത്. പുള്ളിക്കാരിയും അതാണ് നമ്മളുടെ ഹീറോയുടെ പാർട്ണർ അല്ലെങ്കിൽ നായിക എന്ന് പറയുന്നത്. പുള്ളിക്കാരിയും ഇതേ ഫോസ്റ്റർ ഹോമുകളിലായിരുന്നു, ഓർഫനാണ്. പുള്ളിക്കാരി ഇങ്ങനെ കുറേ ഈ സെയിം അബ്യൂസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിക്കാരിക്കും. ഇവർ രണ്ടുപേരും, ഒരാൾ APDയിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ GBIയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടുപേരും ഒരേ ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും ഡിഫറെൻറ്റ് കേസുകളായിരിക്കാം. അപ്പോൾ ഈ ഒരു സീരീസിൽ സാധാരണ ഇൻവെസ്റ്റിഗേറ്റീവ് സാധനങ്ങളിൽ ഒരു എപ്പിസോഡിൽ ഒരു കേസായിരിക്കും കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് 2 കേസുകൾ കാണിക്കുന്നുണ്ട്. ബിൽ ട്രെൻഡിൻ്റെ ഒരു കേസും കാണിക്കും, ആൻജിയുടെ ഒരു കേസ് കാണിക്കും. ഇപ്പോൾ രണ്ടും 2 ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ വർക്ക് ചെയ്തത്. അപ്പം 2 ടൈപ്പ് ഓഫ് കേസുകൾ കാണിക്കും. അത് രണ്ടും ഒരേ എപ്പിസോഡിൽ സോൾവ് ചെയ്യും. ചില സാധനങ്ങൾ ഒന്നിൽ കൂടുതൽ എപ്പിസോഡുകൾ പോകും. അങ്ങനെ പോകുന്നൊരു സീരീസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പം ഇതിനു മുമ്പ് കണ്ടതിൽ മെൻ്റലിസ്റ്റ് അല്ലെങ്കിൽ ലൂസിഫർ വേറൊരു ജോണറാണ്. മെൻ്റലിസ്റ്റ് എൻ്റയർലി ഡിഫറെൻറ്റ് ജോണറാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് മെൻ്റലിസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടെന്നോ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പം അങ്ങനെ പോകുന്ന ഒരു കിടിലൻ സീരീസാണ്. ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത സീസൺ ഇനി എന്ന് വരും, ഈ വർഷം വരുമായിരിക്കും. അങ്ങനെ ഇതിൻ്റെ ഓരോ എപ്പിസോഡുകളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ ഓരോ കേസുകൾ വരുന്നു. ഇവർ ഓരോ കേസുകൾ എങ്ങനെ സോൾവ് ചെയ്യും, എങ്ങനെയാണ് നമ്മളുടെ വിൽ ട്രെൻഡ് ഈ സാധനങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നത്. പുള്ളിയുടെ ഡിസ്ലെക്സി അല്ലെങ്കിൽ ഭയങ്കര കോൺസ്റ്റൻ്റായിട്ട് ഭയങ്കരമായിട്ട് എല്ലാം നമ്മുടെ ഷെർലക് ഹോംസ് ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ പുള്ളി ഓരോന്നിനെയും ഒബ്സർവ് ചെയ്തിട്ടൊക്കെയാണ് പുള്ളി ഓരോ കേസും തെളിയിക്കുന്നത്. പുള്ളിക്ക് ഭയങ്കര ഹൈ സോൾവിങ് റേറ്റ് ഒക്കെയാണ്. അപ്പം പുള്ളിയെ സത്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. അപ്പം പുള്ളിക്ക് വേറൊരു പുതിയ GBIയിൽ തന്നെ പുതിയൊരു പാർട്ണറെ കിട്ടുന്നു. ഇവർ തമ്മിലുള്ളൊരു കണക്ഷൻ വരിക. പിന്നെ ആൻജിയുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ബ്രേക്കപ്പ് ആവും സോൾവ് ആവും, ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും, അതായത് ആൻജിക്ക് ഭയങ്കരധികം പ്രോബ്ലംസ് ഉണ്ട്, ഡ്രഗ് അഡിക്റ്റ് ഒക്കെയാണ്. അപ്പം അതൊരു സൈഡിലൂടെ സോൾവ് ചെയ്യണം. പിന്നെ ഓരോരോ കേസുകൾ സോൾവ് ചെയ്യണം. പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഇവർക്കില്ല, ഇവരുടെ ലൈഫിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഫോസ്റ്റർ ഹോമൊക്കെ അല്ലേ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കേസുകളൊക്കെ വരും, അത് സോൾവ് ചെയ്യണം. പിന്നെ ഈ വരുന്ന കേസുകൾ സോൾവ് ചെയ്യണം. അതെല്ലാം കണക്ട് ചെയ്ത് പോകുന്നൊരു അടിപൊളി സീരീസാണ്. ഇതിൻ്റെ മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കേസുകളെല്ലാം സോൾവ് ചെയ്യുന്നത്. അതായത് ഭയങ്കര ലോജിക്കില്ലായ്മയൊന്നും കാണിക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോജിക്കോടുകൂടിയാണ് കാണിക്കാനത് ശ്രമിച്ചിട്ടുള്ളത്. അതൊരു വളരെ നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല ഇൻവെസ്റ്റിഗേറ്റീവ് സീരീസുകളിലും ഈ ലോജിക്കില്ലായ്മ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഷെർലക് ഹോംസിൽ നമ്മൾ ലോജിക്കില്ലായ്മ ഇവിടെ ലോജിക്കില്ലായ്മ നമ്മൾ ചോദിക്കാറില്ലല്ലോ. അതേപോലെ തന്നെ ഉള്ളൊരു സീരീസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ 2ാം സീസൺ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഫുള്ള് കണ്ടു തീർത്തിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് സീസൺ കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ 13 എപ്പിസോഡ് ഫസ്റ്റ് സീസണിലും 10 എപ്പിസോഡ് 2ാമത്തെ സീസണിലും, അങ്ങനെയാണ് 23 എപ്പിസോഡ് വരുന്നത്. ഇത് എത്ര സീസൺ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം ഇത് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. സാധാരണ ഇങ്ങനത്തെ ഉള്ള സീരീസുകളൊക്കെ ഒരു 7-8 സീസണൊക്കെ വരാറുണ്ട്. എനിക്കൊന്ന് മെൻ്റലിസ്റ്റ് 8 സീസൺ ഉണ്ടായിരുന്നു. ഞാൻ 8 സീസൺ കണ്ടാണ്. അപ്പോൾ അതേപോലെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമായിട്ട് വന്നിട്ടുണ്ട് വിൽ ട്രെൻഡ്. പിന്നെ ഈ വിൽ ട്രെൻഡിന് ഒരു ബെറ്റി എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട് പുള്ളിയുടെ വീട്ടിൽ. അപ്പം പുള്ളി ഇതിനെ ഇങ്ങനെ
ഇതേപോലെ ഏറ്റെടുത്തൊരു പട്ടിക്കുട്ടിയാണ്. അപ്പം അതും ഈ ബിൽ ട്രെൻഡുമായിട്ടുള്ള കണക്ഷൻ, പിന്നെ കുറേ ക്യാരക്ടേഴ്സൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ പോകുന്നൊരു അടിപൊളി സീരീസാണ് ഇത്. എവരിയോൺസ് കപ്പ് ഓഫ് ടീ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതിൻ്റെ ആ ഒരു നേച്ചർ, ഓരോ എപ്പിസോഡുകളിലും ഓരോ സ്റ്റോറീസാണ് വരുന്നത്. ബാക്ക് സ്റ്റോറി ഒരു സൈഡിൽ കൂടെ പറയുള്ളൂ. അങ്ങനെയുള്ള സീരീസുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി സീരീസ് ആയിരിക്കും ബിൽ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസ് എവിടെ വാച്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാറിൽ ഈ സാധനമുണ്ട്, ഇല്ലെങ്കിൽ ടെലിഗ്രാമിൽ പോയി വാച്ച് ചെയ്യേണ്ടി വരും. ഇത് ഹോട്ട്സ്റ്റാർ പിന്നെ രണ്ടാമത് സ്ട്രീമിംഗ് എടുക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഹോട്ട്സ്റ്റാറിൻ്റെ ഒറിജിനൽ സാധനമൊന്നും അല്ലത്. അപ്പം ഇത്രയാണ് ഈ ഒരു ബിൽ ട്രെൻഡ് എന്ന് പറയുന്ന സീരീസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും പോയി വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പം ബൈ ഗൈസ്.